സാ ഉണ്ണി പിറന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, ടാറ്റ 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 ടാ, ഉണ്ണി പിറന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, ടാറ്റ 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 ടാറ്റ. അല്ല, നീ ഇപ്രാവശ്യം പള്ളിപ്പെരുന്നാളിന് ചീത്തയാക്കല്ലേ. ഇതറിയാൻ പാടുള്ളത് ഇതാക്കി കഴിഞ്ഞാലേ ഇതൊക്കെ പൊട്ടിപ്പോ. നീ ഇപ്രാവശ്യം മറ്റേ പള്ളിപ്പെരുന്നാളിന് പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്ന കേട്ടോ. എടാ, അച്ഛൻ എന്നെ ഏൽപ്പിച്ചേക്കണേ ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം ചെയ്യണം. വെറൈറ്റി ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ടാണ് മറ്റേ SP സാറിന്റെ പാട്ടിന്റെ കോപ്പി പോലെ തോന്നിയത്. എടാ, അതില് ലാസ്റ്റത്തെ ഇത് എല്ലാം നമ്മൾ കോപ്പി ചെയ്യണമെന്നില്ല. അതിന്റെ ഒരു പാറ്റേൺ പിടിച്ച് ലാസ്റ്റ് അതൊന്നും അതിലില്ല. അതൊക്കെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ശരി, മനസ്സിലായ? എന്നിട്ട് ആരൊക്കെയാ ചെയ്യുന്നേ? എടാ, നമ്മുടെ ഫ്രാൻസ് ചേട്ടൻ ഉണ്ട്, വയലിനിസ്റ്റ്. പുള്ളി ഇന്ന് ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്യാന്ന് കരുതി. പുള്ളിക്ക് ഇത്തിരി തിരക്ക്. പുള്ളി വന്നു കഴിഞ്ഞാൽ ഇത് പുള്ളിനെ കൂടെ ഏൽപ്പിച്ചാൽ മതി, പുള്ളി എല്ലാം ചെയ്തോളും. ഫ്രാൻസിസ് ചേട്ടനാണോ മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടർ ഞാൻ, ഫ്രാൻസ് ചേട്ടൻ വയലിനിസ്റ്റ്, തബലിസ്റ്റ് മറ്റേ വേണുചേട്ടൻ. അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പണി അറിയാവുന്നവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പണി പെട്ടെന്ന് നടക്കും. ശരി, നിനക്ക് പണി അറിയില്ലെന്ന് നാട്ടുകാരറിയില്ല. എടാ, മ്യൂസിക് ഡയറക്ടർമാർക്ക് എന്തിനാണ് പണി അറിയണേ? പണി അറിയാവുന്നവരുടെ പണിക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യും. ഇതൊന്ന് തുടക്കം ഇട്ട് കൊടുത്താൽ മതി, ബാക്കി അവർ അതിൽ കയറി പിടിച്ച്. എടാ, അതെ, തെറ്റിപ്പോ. റീയൂണിയനെ ടൂറ് പോകുന്നുണ്ടല്ലോ, റീയൂണിയൻ കഴിഞ്ഞിട്ട് നീ എന്താ വരാത്തെ? എടാ, ഞാൻ ഇതിന്റെ ഒക്കെ തിരക്കടാ. എന്ത് തിരക്ക്? ഈ കമ്പോസിങ് എല്ലാത്തിൻ്റെ തിരക്ക് വരുമ്പോ അങ്ങനെ വരാനായിട്ടുള്ള സമയം കിട്ടില്ല. അതെ, നമുക്ക് എല്ലാവരും കൂടി സ്കൂളിൽ പഠിച്ച എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നല്ലോ, ഒരുമിച്ച് ടൂർ പോകുന്നത്. ഈ പണ്ട് സ്കൂളിൽ പെമ്പിള്ളേരുടെ കെട്ടിയന്മാരും പിള്ളേരും എല്ലാവരും വരുന്നുണ്ടല്ലോ, പിന്നെന്താ നിനക്ക് വന്നാല്? ഈ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ നീ ഒരു പരിപാടിക്കും വരുമല്ലോ, ഒരു ടൂറിനും വരില്ല, സെൻഡ് ഓഫിന് വന്നിട്ടില്ല, ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ അതിനും വരില്ല. എന്നിട്ട് ഇപ്പോഴാണോ നീ വിളിച്ചോണ്ടിരിക്കണത്? പണ്ടത്തെ ഇത് ഓർമ്മയും വെച്ചോണ്ട് എല്ലാവരും അന്ന് പോകുന്നതല്ലേ. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് പണ്ടൊക്കെ ടൂറിന് പോകുമ്പോ. നീ മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരും വരാറുണ്ട്. പിന്നെന്താ നിനക്ക് ഇപ്പൊ? ഞാൻ എന്തായാലും നോക്കട്ടെ, ഫ്രണ്ട്സ് ചേട്ടൻ വരികയാണെങ്കിൽ വരാം. എന്ത് പറ്റി? എടാ, അന്നുണ്ടല്ലോ എനിക്ക് ടൂറിന് വരണം, എല്ലാത്തിനും വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ പൈസ ഇല്ലായിരുന്നടാ, അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ ടൂറിന് പോകണം. എനിക്ക് കണക്കിന്റെ നോട്ട് ബുക്ക് ഇല്ലാത്തതിന് കണക്ക് മാഷാണെങ്കിൽ എന്നെ ശരിക്ക് കളിയാക്കും. അയാളാണെങ്കിൽ എൻ്റെ പുസ്തകം വലിച്ചെറിയും. പുള്ളിക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. അപ്പം പുള്ളിയുടെ മെയിൻ ഹോബിയാണ് പുസ്തകം വലിച്ചെറിയല്. പ്രത്യേകിച്ച് എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെറിയും. എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട് വാങ്ങിത്തരുന്ന പുസ്തകമല്ലേ, അത് ഇയാൾ വലിച്ചെറിഞ്ഞ് ചെളിയൊക്കെ ആയിട്ടാണ് എൻ്റെ ബുക്ക് ഇരിക്കുക. അപ്പം ഞാൻ വീട്ടിലൊന്നും പറയൂല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മറ്റേ ഉച്ചക്കഞ്ഞിക്ക് പൈസ കൊടുക്കണമല്ലോ. അപ്പൊ അത് കൊടുക്കാണ്ട് ഇരിക്കുന്ന സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ക്ലാസ് മാഷാണല്ലോ, ഇയാൾ മറ്റേ ഉറക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കളിയാക്കും. പൈസ കൊടുക്കാതെ തിന്നാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമല്ലോ. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലടാ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെയുള്ള കാര്യം. അന്ന് ഇത് സെൻഡ് ഓഫിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാടാ ഞാൻ ഫോട്ടോ എടുക്കാൻ പോലും വരാണ്ടിരുന്നേ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്നറിയോ, നമ്മുടെ ഇയാളുണ്ടല്ലോ, നമ്മുടെ മറ്റേ ശിവൻകുട്ടി ചേട്ടൻ. ഏത്? അപ്പുറത്തെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ചേട്ടൻ. ശിവൻകുട്ടി ചേട്ടനല്ല, വിഡ്ഢിത്തരം. പുള്ളി കാര്യമായിട്ടാണ് സംസാരിക്കണേ. പുള്ളി എന്ത് ചെയ്തു എന്നറിയോ? പുള്ളി ഇപ്രാവശ്യം പുതിയൊരു സംഭവം നടക്കൂ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത്? പുള്ളിക്കാരന് കുട്ടികളുടെ മാനസികാവസ്ഥയും മാതാപിതാക്കളുടെ അത്യാവശ്യ അവസ്ഥയൊക്കെ മനസ്സിലാകും. പുള്ളിയാണ് പിള്ളേരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ഒരു മന്ത്രി. ഒരു ജാടയും കാണിക്കില്ല. അവരുടെ ആ ടെൻഷനൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോകുന്ന മിസ്റ്റേക്കുകളാണ്. ഇപ്പം മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റും. പക്ഷെ പുള്ളിക്കാരനുണ്ടല്ലോ ഇന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കുട്ടിയും ടൂർ പോകാണ്ടിരിക്കരുത് സ്കൂളിൽ നിന്ന്.
എനിക്ക് എന്ത് സന്തോഷം തോന്നുന്നു അറിയാം. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ മറ്റേ ടൂറൊക്കെ പോയിട്ട് വന്നേച്ചിട്ട് നിങ്ങൾ ഡയറിയൊക്കെ എഴുതി വായിക്കുമല്ലോ. എനിക്ക് എന്ത് രസമെന്ന് അറിയാം. ഞാനതെല്ലാം കേൾക്കാനും നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണാനൊക്കെ ചെല്ലുമ്പോൾ അന്ന് മറ്റേ മാഷിൻ്റെ മാത്രമേ ഉള്ളൂ, രാജീവ് മാഷിന് മാത്രമേ ക്യാമറ ഉള്ളൂ. മാഷ് മാത്രമാണ് എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ തന്നേക്കുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലടാ. ഒരു കാലോടോ, അതിപ്പോഴത്തെ ആൾക്കും എൻ്റെ മീൻസ് എന്ന് പറഞ്ഞാല് എന്റെ പിള്ളേർക്ക് പോലും അറിയില്ല ഇങ്ങനത്തെ കാലഘട്ടത്തിൽ നിന്നാണ് അവർ ഇങ്ങനൊരു ലെവലിലേക്ക് വന്നതാണ്. എന്തായാലും സാറില്ല, നിന്റെ പാട്ടും പരിപാടിയൊക്കെ നടക്കട്ടെ. എന്തായാലും കുഴപ്പമില്ല. എന്റെ സോറി, മറ്റേ എന്റെ അടുത്ത് നിൽക്കുവാനേശുകൊണ്ട് എല്ലാരും വരും. മാറ്റിക്കോ അടിച്ചു മാറ്റിക്കോ. കാരണം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫ്രാൻസിസ് ഏട്ടൻ നല്ല തിരക്കിലായിരിക്കും. അല്ല, ഫ്രാൻസ് ഏട്ടൻ എന്തായാലും വരൂടാ. ഫ്രാൻസ് ഏട്ടൻ വന്ന് ഈ കമ്പോസിംഗ് അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയി നമുക്ക് സെറ്റ് ആക്കാം. നമുക്ക് ടൂർ പോവാന്നേ. ആയിക്കോട്ടെ, ശരി. നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ എല്ലാവരും കൂടി ആക്കാം. താങ്ക് യു. കാണടാ.